ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. ഇടുക്കിയിലെ അയ്യപ്പൻ കോവിൽ എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്. ഒരു തനി നാടൻ ഗ്രാമമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭംഗിയും ആ സ്ഥലത്തുണ്ട് എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അവിടുത്തെ ആളുകളെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടുത്തേക്ക് ആളുകളെ ആകർഷിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലങ്ങളിൽ ഒന്നുകൂടിയാണ്. അപ്പോൾ അത് പൊളിയായിരിക്കും അല്ലേ? ഇടുക്കി ജലാശയത്തിന്റെ കുറുകെ 2 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ തൂക്കുപാലവും ഇവിടുത്തെ ചെറുതോണികളിലെ യാത്രകളും, അതൊക്കെയാണ് അവിടുത്തെ ഏറ്റവും എന്താണ് പറയുക സുഖകരമായ കാര്യം. അതൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം. നേരെ അയ്യപ്പൻ കോവിലിലേക്ക്. ഗ്രാമക്കാഴ്ചകൾ എന്നും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നവയാണ്. നമ്മൾ ഇന്ന് പോകുന്ന അയ്യപ്പൻ കോവിൽ ഗ്രാമത്തിലും ഒരുപാട് നല്ല സന്തോഷമുള്ള കാഴ്ചകളുണ്ട്. അതിൽ നമ്മുടെ തൂക്കുപാലം ഉൾപ്പെടും, ചെറുവഞ്ചികളിലെ യാത്ര ഉൾപ്പെടും. അങ്ങനെ ഒത്തിരി 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 കാഴ്ചകളുണ്ട്. നമുക്ക് എന്തായാലും അവിടം വരെ ഒന്ന് പോയേച്ചും. ഇതാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. അയ്യപ്പൻ കോവിൽ, കാഞ്ചിയാർ എന്നീ 2 പഞ്ചായത്തുകളെ ഈ തൂക്കുപാലം ബന്ധിപ്പിക്കുന്നു. ഇടുക്കി ഡാം നിർമ്മിക്കുന്നതിന് മുമ്പ് ഈ പ്രദേശം ഹൈറേഞ്ച് മേഖലയിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു. പിന്നീട് ഡാം കമ്മീഷൻ ചെയ്തതോടെ അത് വെള്ളത്തിനടിയിലായി. മുൻപ് ഇവിടെ കടത്തുതോണിയിലാണ് അക്കരെ ഇക്കരെ ആളുകൾ എത്തിയിരുന്നത്. നാട്ടുകാരുടെ നിരന്തരമായുള്ള ആവശ്യം പരിഗണിച്ചായിരുന്നു തൂക്കുപാലത്തിന്റെ വരവ്. അതിങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയായി മാറുമെന്ന് നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നതേ അല്ല. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഭംഗി. നമ്മളൊരു ഇല്ലിച്ചങ്ങാടത്തിലാണ് ഈ വെള്ളത്തിന്റെ മറുകരയിലേക്ക് പോകുന്നത്. ഇവിടെ ആരോ ഉണ്ടാക്കിയിട്ടിരുന്നതാണ്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത, ആഴമില്ലാത്തൊരു പ്രദേശം ആയതുകൊണ്ടാണ് നമ്മളിതേ കയറി നമ്മുടെ സാരഥി പ്രകാശ് ഇതിങ്ങനെ വലിച്ചപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ പാലാ കിടങ്ങൂരുന്ന വരുന്നത്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് സന്തോഷകരമാണ്. നല്ല സന്തോഷ അനുഭവമൊക്കെ ഉണ്ട്. സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. തൂക്കുപാലമൊക്കെ ഭയങ്കര വൈബാണ്, കുഴപ്പമൊന്നുമില്ല. വരുന്ന വഴികളാണെങ്കിൽ നല്ല സൂപ്പർ വഴിയും എല്ലാം കൊണ്ടും കുഴപ്പമൊന്നുമില്ല. വളരെ ഇഷ്ടപ്പെട്ട ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. മനസ്സിന് വന്നിറങ്ങിയപ്പോൾ തന്നെ വളരെ ഒരു കുളിർമയേകുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഇവര് തമിഴ്നാട് സേലത്ത് നിന്ന് വന്നിരിക്കുന്നവരാണ്. കൂടെ മലേഷ്യയിൽ നിന്നുള്ള ഇവരുടെ 2 ബന്ധുക്കളും ഉണ്ടെന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇവിടെ വന്നപ്പോൾ ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. തൂക്കുപാലമൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു വഴിയില്ല. കാരണം 2 സൈഡിലും ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. മാത്രമല്ല പൊതുവെ ഇവിടെ കാണാൻ നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഈ പിന്നിൽ കാണുന്ന ഇത്രയും ആളുകൾ മാത്രമാണ് ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അവരെക്കാൾ കൂടുതൽ ആളുകൾ ഒരേ സമയം ഇവിടെ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു പ്രശ്നമായേക്കാം. കാരണം ഈ പാലത്തിന്റെ കാലപ്പഴക്കം അതിൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഞ്ചായത്തുകൾ ഇത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടപ്പായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് 2012 ഈ തൂക്കുപാലം നിർമ്മിച്ചത്. 12 വർഷത്തോളം ഇതിന് പഴക്കമുണ്ട്. പക്ഷേ ഈ പാലം 2012 നിർമ്മിച്ചതിന് ശേഷം ഇതുവരെ ഇതിൻ്റെ യാതൊരുവിധ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ഇതിൻ്റെ നവീകരണ ഭാഗമായിട്ടോ നടപടി നടന്നിട്ടില്ല. 3 വർഷം മുമ്പ് ജില്ലാ കലക്ടർ ഇവിടെ വന്നിട്ട് 13 ലക്ഷം രൂപ ഇതിൻ്റെ നവീകരണത്തിന് വേണ്ടി പ്രഖ്യാപിക്കുകയും പിറ്റേ ദിവസങ്ങളിലെ മാധ്യമങ്ങളിലെ ചാനലുകളിലൊക്കെ അതൊരു ഭയങ്കര വാർത്തയുമായിരുന്നു. പക്ഷേ യാതൊരുവിധ നടപടികളും ഇതിനു മുമ്പ് നടന്നിട്ടില്ല. ഇപ്പോൾ ഈ പാലം 2012 പണിതിന് ശേഷം മൊത്തം ഇത് ഒരു അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഒന്നാമത്തെ കാര്യം തന്നെ. കാര്യം ഇത് ചെയ്യേണ്ട ഇതിൽ തുരുമ്പെടുക്കാത്ത തകിടമൊക്കെ ഇട്ട് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം എല്ലാം മൊത്തം തുരുമ്പെടുത്ത് ഇത് ഒരു മുട്ടത്തോടിൻ്റെ പരുവത്തിലാണ് ഇപ്പോൾ ഈ പാലം ഇരിക്കുന്നത്.
അങ്ങനെ നമ്മൾ പാലം കയറി കാഞ്ചിയാർ പഞ്ചായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം നമ്മൾ ആ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്, അത് അയ്യപ്പൻ കോവിൽ പഞ്ചായത്താണ്. അവിടെ നമ്മൾ കറങ്ങി ഇപ്പുറ സൈഡിലെത്തി. ഇനി ഇതിന് തൊട്ടടുത്താണ് ഈ പുരാതന ക്ഷേത്രം ഉള്ളത്. അങ്ങോട്ടേക്ക് പോകാം, അതിന്റെ വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് ചോദിച്ചറിയാം. അയ്യപ്പൻ കോവിൽ ഗ്രാമത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഈ ഗ്രാമത്തിന് അയ്യപ്പൻ കോവിൽ എന്ന പേര് വരാൻ ഇടയാക്കിയത് തന്നെ ഈ ക്ഷേത്രമാണ്. ഒരുപാട് പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ഒരു നിലവറയുണ്ട്, ആ നിലവറയ്ക്കുള്ളിൽ ഒരു ഗുഹയുണ്ട്. ആ ഗുഹ ചെല്ലുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് എന്നുള്ളതാണ് ഐതിഹ്യം. മാത്രമല്ല, ഇടുക്കി ജലാശയത്തിലെ ജലനിരപ്പ് ഉയരുന്ന ഘട്ടത്തിൽ ഈ ക്ഷേത്രം പണ്ട് മുങ്ങുമായിരുന്നു. ആ ഘട്ടങ്ങളിൽ നമ്മൾ ആദ്യം കണ്ട തൂക്കുപാലത്തിന്റെ അവിടെ നിന്ന് വള്ളത്തിൽ പൂജാരി എത്തി പൂജകൾ ചെയ്ത് മടങ്ങുമായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ ക്ഷേത്രം ഉയർത്തി പണിതിരിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അയ്യപ്പൻ കോവിൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരൊറ്റ ഫ്രെയിമിൽ കാണുന്ന കാഴ്ച തന്നെ ധാരാളം. ഈ വള്ളത്തിലിരുന്ന് ഈ തൂക്കുപാലം ഇങ്ങനെ കാണാൻ പറ്റുന്നത് തന്നെ എത്ര മനോഹരമായ കാഴ്ചയാണെന്നറിയുന്നു. എന്തായാലും ഒരു ദിവസം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി അയ്യപ്പൻ കോവിലിലേക്ക് വണ്ടി കയറാം. അതിനുള്ളതെല്ലാം ഇവിടെ ഉണ്ട് താനും. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. യെസ്, അപ്പോൾ അയ്യപ്പൻ കോവിലിലെ കാഴ്ചകളൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.